അപ്പൊ നമുക്ക് സ്റ്റാർട്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യട്ടെ. അപ്പൊ ഇന്നത്തെ സെഷനിൽ പ്രത്യേകിച്ച് ടോപ്പിക് ഒന്നും ഇട്ടിട്ടില്ല. നമ്മൾ ഇപ്പൊ 2 സെഷനുകളായി അങ്ങനെ ടോപ്പിക് ഒന്നും ഇല്ലാതെ കാഷ്വൽ ടോക്ക് എന്നുള്ള രീതിയിൽ എടുക്കുന്ന ഇതുവരെയുള്ള സെഷനിലൊക്കെ ഓരോ സെഷനിലും ഓരോ ടോപ്പിക് ഉണ്ടാവാറുണ്ടായിരുന്നു. ഇന്ന് ഞാന് ഷെയർ ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഞാൻ 2 ദിവസം മുന്നേ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. ഒരു ഒരു മിനിറ്റ്. സോറി കേട്ടോ. പിന്നെ 2 ദിവസം മുന്നേ ഒരു സംഭവം, ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. എന്താന്ന് വെച്ചാല്, ഒരു ഇഷ്യൂ നടന്ന സമയത്ത് ഒരാളെന്നോട് പറഞ്ഞു, ഒരു കുട്ടി. ഇപ്പൊ നമുക്കറിയാം അല്ലെ, നമ്മളൊക്കെ വീട്ടില് കുട്ടികളുണ്ടാവും. ഇപ്പം കുട്ടികളെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വണ്ടി, മൊബൈൽ ഫോൺ, ഇത് 2 സംഭവങ്ങളാണ്. ബോയ്സ് ആണെങ്കിൽ പ്രത്യേകിച്ച്. ഇപ്പം ബോയ്സ് ഗേൾസ് എന്നൊന്നുമില്ല, എങ്കിൽ കൂടെ ബോയ്സ് ആണെങ്കിൽ ഒരിത്തിരി ഒരു 5-ാം ക്ലാസ് 6-ാം ക്ലാസ് ഹൈസ്കൂൾ എത്തിയാൽ പിന്നെ പറയണ്ട, എല്ലാവർക്കും ഇത് രണ്ടും വേണം. വണ്ടിയും വേണം, ഫോണും വേണം. പക്ഷെ നിയമപരമായിട്ട് ഒരു വണ്ടി ഒരു കുട്ടിക്ക് കൊടുക്കണമെങ്കിൽ 18 വയസ്സ് തികയണം. മാത്രമല്ല ലൈസൻസ് ഉണ്ടാവുകയും വേണം. പക്ഷെ ഇപ്പൊ അതാരും ശ്രദ്ധിക്കില്ല. ഇപ്പൊ അടുത്ത് ഞാനൊരു ആക്സിഡന്റിനെ പറ്റി കേട്ടു. ഒരു കുട്ടി ജീവൻ അപഹരിച്ചൊരു ആക്സിഡന്റ്. അപ്പൊ പൊതുവെ എല്ലാരും പ്രശ്നം എന്ന് വെച്ചാൽ, കുട്ടികൾ ചോദിക്കുന്ന സമയത്ത് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ അവർ ഷൗട്ട് ചെയ്യും. ചില ചില മക്കള് എന്താ പറയാ, ഫിസിക്കലി എന്തെങ്കിലും ചെയ്യും. ഇപ്പൊ അടിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു. അത് കേട്ടത് മുതലേ എനിക്ക് അതോടെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. കാരണം കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് എനിക്ക് തോന്നുന്നു, ഈ ഇപ്പൊ നമ്മളെ ചുറ്റിലും കേൾക്കുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഈ ഡ്രഗ് അഡിക്റ്റ് ആയിട്ട് കുട്ടികളെ പല ആക്ടിവിറ്റീസും ചെയ്യുന്നില്ലേ, കൊലപാതകങ്ങള് ഇല്ലേ, അത് ചുറ്റിലും അതന്നെയാണ് കേട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ അതേപോലെ ഇത് കേട്ടപ്പോ എനിക്കിത് ഷെയർ ചെയ്യണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് ഇന്ന് എടുത്തത്. അപ്പൊ ഈ കുട്ടികള് 8-ാം ക്ലാസ്സിലും 9-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലൊക്കെ ഉള്ള കുട്ടികള് രക്ഷിതാവിന്, പ്രത്യേകിച്ച് ഉപ്പമാര് ഗൾഫിലായിരിക്കും, ഉമ്മമാരാണ് കുട്ടികളെ കൂടെ ഉണ്ടാകും. അപ്പൊ എന്താ പറയാ, കുട്ടികൾ അനുസരിക്കുന്നില്ല, അല്ലെങ്കിൽ കുട്ടികൾ അടിച്ചിട്ട് കാര്യം സാധിക്കും. ഇപ്പൊ പൈസ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വണ്ടി ആയിക്കോട്ടെ, ഇതൊക്കെ എന്ത് ചെയ്യാം, ഏഹ് ഇങ്ങനെ ഏഹ് വാങ്ങിക്കൊണ്ടുപോകുക. കൊടുക്കുന്നത് സ്വയം കൊടുക്കുന്നതല്ല, പക്ഷെ അതായത് കുട്ടികളെ പേടിച്ചിട്ട് കൊടുക്കും. കുട്ടികളെ പേടിച്ചിട്ട് നമ്മൾ കൊടുക്കാന്നല്ലേ. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, അത് എന്താ പറയാ, ചിലപ്പോ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഒന്നുകിൽ നിങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളെ റിലേറ്റീവ്സിലൊക്കെ അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ചർച്ച ചെയ്യാന്നുള്ളത് എന്ന് വിചാരിച്ചു. അപ്പൊ ഇതൊരു ജസ്റ്റ് ഒരു ചർച്ചയാണ്. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാം, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, എല്ലാം ചെയ്യുക. അപ്പൊ ഞാൻ ചിന്തിച്ചത് എന്താ വെച്ചാൽ, എന്തുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിക്കുന്നതെന്നല്ല. നമ്മൾ ഒരിക്കലും എന്താക്കാൻ പാടില്ല, കുട്ടികളെ പേടിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റും. കുട്ടികളെ പേടിച്ചിട്ട് ഈ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള കുട്ടികളൊക്കെ എന്താ വെച്ചാൽ, പാരന്റ്സ് ആദ്യം അറിയും. പക്ഷെ ഇത്തരം കുട്ടികൾ ഷൗട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ അടിക്കുന്ന, ഇതൊക്കെ മറ്റുള്ളവർ അറിഞ്ഞാൽ നാണക്കേട് അല്ലെ. നമ്മളെ മക്കള് ഇങ്ങനെ ഫിസിക്കലി അബ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ പിന്നെ നമ്മളോട് ഷൗട്ട് ചെയ്യുന്നൊക്കെ പുറത്തുള്ളവർ അറിഞ്ഞാല് നമുക്ക് മാനക്കേടാണ് അല്ലെ. അതുകൊണ്ട് പല പല സംഭവങ്ങളും പാരന്റ്സ് പ്രത്യേകിച്ച് മാതാക്കള് അല്ലെ, മദേഴ്സ് എന്താക്കും, ആരോടും പറയൂല. പലരും പുറത്തുള്ള ഉപ്പമാരോട് വരെ പറയാതെ മൂടി വെക്കും, അത് റെഡിയാവും, അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷയിലായിരിക്കും. പക്ഷെ അത് ചിലപ്പം അതിങ്ങനെ വളർന്നു വരികയാണ്. അല്ലെ, കുട്ടികൾക്ക് ഒന്നുകൂടി ഞാൻ എൻ്റെ ഉമ്മാൻ എന്ത് ചെയ്താലും പ്രശ്നമില്ല, ഉമ്മ പ്രതികരിക്കൂല, അല്ലെ ഉമ്മ ഉപ്പാനോട് പറയൂല, അല്ലെ വേറെ ആരും പറയൂല എന്നുള്ളത്
കുറച്ച് തവണ ചെയ്ത് കഴിഞ്ഞാൽ, ഒന്നോ രണ്ടോ മൂന്നോ തവണ ചെയ്ത് കഴിഞ്ഞാൽ അത് ഉറപ്പാണ്. അപ്പൊ അത്തരത്തില് ഉള്ളൊരു പിന്നെ കുട്ടികൾക്ക് സ്വാതന്ത്ര്യം. അങ്ങനത്തെ പ്രവർത്തനങ്ങൾ നമ്മള് എന്താ പറയാ മുളയിലേ നുള്ള എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതേപോലെ ചില കുട്ടികൾക്ക് ചെറുപ്പത്തിൽ അങ്ങനെ സ്വഭാവമുണ്ട്. ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മൾ കേൾക്കൂലേ, ഒരു 3 വയസ്സ് 4 വയസ്സായ സമയത്തൊക്കെ കുട്ടികൾ ചിലപ്പം വടിയെടുത്ത് തല്ലും അല്ലെ വലിയ ആളുകളെ. അപ്പൊ നമ്മൾ കുട്ടികളല്ലേ എന്നുള്ള പരിഗണന കൊടുത്തിട്ട് അത് വിട്ടേക്കും. ഓക്കെ, അത് കുട്ടികളാണ്. പക്ഷെ ഓരോ നമ്മൾ നേരെ തിരിച്ചിട്ട് അടി, ഇപ്പൊ ഒരു കുട്ടി ഒരു മട്ടലെടുത്തിട്ട് നമ്മൾ അടിക്കുന്ന സമയത്ത് നേരെ തിരിഞ്ഞിട്ട് ആ മട്ടൽ പിടിച്ച് വാങ്ങി കുട്ടീനെ അടിക്കുക എന്നുള്ളതല്ല. പക്ഷേ ആ ചെയ്യുന്നത് തെറ്റാണ്, അങ്ങനെ ആരെയും അടിക്കാൻ പാടില്ല, അത് വേദനിക്കുന്നൊക്കെ ഉള്ളത് നമ്മൾ നല്ല രീതിക്ക് കുട്ടീനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഒരു രക്ഷിതാവ് എന്ന നിലയിൽ നമ്മളെ ബാധ്യതയാണ്. അതല്ലാത്ത പക്ഷം കുട്ടി അതെന്താക്കും, നമ്മളിപ്പോ നിങ്ങൾക്ക് അറിയായിരിക്കും ചെറിയ കുട്ടികൾ, നമ്മള് വലിയ മട്ടലൊന്നും വേണ്ട, ചെറുതായിട്ട് എന്തെങ്കിലും ഒരു കുരുത്തക്കേട് കളിച്ചാല് നമ്മളത് എന്താ പറയാ സപ്പോർട്ട് ചെയ്താല്, ഇപ്പൊ നമ്മൾ വടിയെടുത്ത് അടിക്കുന്ന സമയത്ത് നമ്മളൊന്ന് ഓടിയാല് ഓല് വീണ്ടും വന്നിട്ട് അടിക്കും അല്ലെ, പിന്നെ ഓടിയാല് വീണ്ടും വന്നിട്ട് അടിക്കും. അല്ലെങ്കിൽ നമുക്ക് പേടിയുണ്ടെന്ന് തോന്നിയാല് ഓല് വീണ്ടും വീണ്ടും ചെയ്യും. എനിക്കൊരു എന്താ പറയാ ഒരു എക്സ്പീരിയൻസ് പറയാനുള്ളത് എന്താ വെച്ചാല്, ഒരിക്കലും എന്റെ മോന് ചെറുതായ സമയത്ത് പിന്നെ ഓന് കുറച്ച് കളിയുള്ള കൂട്ടത്തിലാണ്, എല്ലാവർക്കും കുറച്ച് പേടിയുള്ള ടൈപ്പാണ്. അപ്പൊ എന്റെ മുത്തുമ്മാന്റെ മോള് ഒരു ദിവസം എന്റെ വീട്ടിൽ വന്ന സമയത്ത് ഇവരിങ്ങനെ പറയും, ഓൾക്കും ഉണ്ട് അതേപോലെ തന്നെ ഒരു മോന്. അങ്ങനെ ഇവര് രണ്ടാളും ഇങ്ങനെ കളിച്ചു. പിന്നെ എല്ലാവർക്കും എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ ബാക്കിയുള്ള കുട്ടികൾ 2 പെൺകുട്ടികളാണ് വേറുള്ളത്, ഏട്ടന്. ഇപ്പോൾക്കൊക്കെ ഒരു പേടിയാണ്. അപ്പൊ ഒന്നും ചെയ്യലൊന്നുമില്ല, പക്ഷെ എന്നാലും പേടിയാണ്. അങ്ങനെ ഇവര് രണ്ടാളും കളിച്ച കൂട്ടത്തിൽ ഇവനിങ്ങനെ നാവ് നീട്ടി ഇങ്ങനെ പേടിപ്പിച്ച മറ്റവനെ. ഓൺ ദി സ്പോട്ടിൽ ഓൻ എന്താക്കി, ഒരൊറ്റ കടി കൊടുത്ത് നാവിന്. അപ്പൊ അതോടുകൂടി എന്താ പറയാ, മോന് സൈലന്റ് ആയി എന്നല്ല, അതായത് ഞാൻ ചെയ്താല് തിരിച്ച് ചെയ്യുന്ന വീട്ടിലുള്ള മക്കളൊക്കെ എങ്ങനെ വെച്ചാൽ ഇവൻ എന്തെങ്കിലും ഇതാക്കുന്ന സമയത്ത് പേടിച്ചിട്ട് പിന്നോട്ട് പോകും. അതേപോലെ തന്നെയാണ് എന്ത് കുട്ടികളും നമ്മൾ ചെറുപ്പത്തിലെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അല്ലെങ്കിൽ വലുതായാലും ഓലത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുള്ളതാണ്. എനിക്ക് ചെറുപ്പത്തിലൊന്നും പ്രശ്നമില്ലാത്ത ഒരു കുട്ടിയാണെങ്കിൽ പോലും ചിലപ്പോൾ ഒരു ഏജിൽ എത്തുമ്പോൾ, അതായത് നമ്മൾ പറഞ്ഞതാണ് കുട്ടികള് എന്താ പറയാ വൂമ്പില് ജന്മം എടുക്കുന്നത് മുതല് കുട്ടികൾ ഇങ്ങനെ എല്ലാം അബ്സോർബ് ചെയ്യാൻ അല്ലെ, എല്ലാം അബ്സോർബ് ചെയ്ത് സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാവും അവരെ. അത് റിഫ്ലക്ട് ചെയ്യുക എപ്പോഴാണ് വെച്ചാൽ ആഫ്റ്റർ 8 ഇയേഴ്സ്, 8 വയസ്സിന് ശേഷമാണ് അതെല്ലാം ഓരോന്നോരോന്നായിട്ട് പുറത്തോട്ട് ഇടുക. അപ്പൊ ആ ഒരു കുട്ടിക്കാലത്ത് കണ്ടതെല്ലാം അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് പിന്നെ പുറത്തോട്ട് ഇടുക ചെയ്യും. അപ്പൊ നമ്മൾ എന്താ പറയുക, നമുക്ക് അറിയിക്കില്ലേ ചെറുപ്പത്തിൽ കുട്ടികളെ നമ്മൾ പറയുന്നൊക്കെ അനുസരിച്ച് നമ്മൾ പറയും എന്റെ മോൻ അല്ലെങ്കിൽ എന്റെ മോള് ഞാൻ പറയുന്നൊക്കെ അനുസരിക്കും, നല്ല അനുസരണമുള്ള മോനായിരുന്നു. പക്ഷെ ഒരു 8 വയസ്സൊക്കെ ആയതിനു ശേഷം അല്ലെങ്കിൽ ഒരു 10 വയസ്സായപ്പോ അവൻ എന്നെ അനുസരിക്കുന്നില്ല, അല്ലെ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, തർക്കുത്തരം പറയുന്നു, അല്ലെങ്കിൽ ഇതുപോലെ അടിക്കുന്ന ഷൗട്ട് ചെയ്യുന്നൊക്കെ അല്ലെ. അപ്പൊ ആ സമയത്താണെങ്കിൽ ആ സമയത്ത് പറഞ്ഞു തിരുത്തണം. ഇനി ഒരു 10 വയസ്സായിട്ടാണ്, ഒരു 15 വയസ്സായിട്ടാണ്, എപ്പോഴായാലും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആദ്യം ഒക്കെ ഉണ്ടായാൽ, ഏതെങ്കിലും രീതിയിൽ ഷൗട്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ അടിക്കായിക്കോട്ടെ ഉണ്ടായാൽ, ആ സമയത്ത് കൂളായിട്ട് ഇരുന്നിട്ട് പിന്നെ ആ കുട്ടീനെ വിളിച്ച് ഇരുത്തി നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഒരു അവയർനെസ് കുട്ടിക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ കൊടുക്കുന്ന രീതി, അത് നമ്മൾ എന്താ പറയുക ചീത്ത പറഞ്ഞിട്ട് കൊടുക്കാമെങ്കിൽ അത് ഓല് അക്സെപ്റ്റ് ചെയ്തോളണമെന്നില്ല. അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു ഉപദേശം എന്നുള്ള രീതിയിൽ കൊടുക്കാമെങ്കിലോ, ഉപദേശം ഒന്നും കുട്ടികൾക്ക് തീരെ താല്പര്യമില്ലാത്തൊരു ഈ ടീനേജ് കുട്ടികൾക്കൊന്നും തീരെ താല്പര്യമില്ലാത്തൊരു സംഭവമാണ് ഉപദേശം എന്ന് പറയുന്നത്. പക്ഷെ അത് എന്താ പറയുക നല്ല ഓല് ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ പറയാ. ചിലപ്പോ ആ ഒരു ഇമോഷന്റെ പുറത്തായിരിക്കും കുട്ടി അത് ചെയ്തത്. അന്നേരം പ്രതികരിക്കാണ്ടിരിക്കുക, അതിനുശേഷം കുട്ടീനെ വിളിച്ചിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക, മോനെ അല്ലെ മോളെ അങ്ങനെ ചെയ്തത് തെറ്റായിപ്പോയി, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല, അതിന്റെ ദോഷവശങ്ങളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഒരിക്കലും അത് മറച്ചു വെക്കരുത്. മറച്ചു വെച്ച് അത് കുട്ടി വീണ്ടും വീണ്ടും ആവർത്തിച്ച് അതൊരു ശീലമായി കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ പ്രയാസാണ്. അതിന്റെ ഉത്തരവാദി ഒരിക്കലും കുട്ടികളല്ല. അതിന്റെ കുട്ടികൾ ചെയ്യുന്ന ഓരോ തെറ്റിന്റെയും ഉത്തരവാദികൾ ശരിക്കും
പാരന്റ്സ് ആയിട്ടുള്ള നമ്മൾ തന്നെയാണ്. കാരണം ഒരു കുട്ടി, ഒരു ചെടി എങ്ങനെയാണോ വളരുന്നത് അതുപോലെയാണ് കുട്ടികളും വളരുന്നത് അല്ലെ. ഒരു ചെടി നല്ല രീതിക്ക് വളരണമെങ്കിൽ അതിന് നല്ല മണ്ണിൽ അതിനെ നടണം. നല്ല രീതിയിൽ വെള്ളം കിട്ടണം, വളം കിട്ടണം, എല്ലാം സൂര്യപ്രകാശം കിട്ടണം. എല്ലാം കിട്ടുന്ന സമയത്താണ് ആ ചെടി നല്ല വൃത്തിയായിട്ട് വളർന്ന് അതില് കായ്കളും പൂക്കളൊക്കെ ഉണ്ടാകുന്നുള്ളൂ അല്ലെ. അത് എന്താ പറയുക, കുറഞ്ഞു പോയാലും പ്രശ്നമാണ്, കൂടിപ്പോയാലും പ്രശ്നം. അതേപോലെ തന്നെയാണ് കുട്ടികളെ ഈ ചെടീന്റെ കാര്യത്തിൽ പറഞ്ഞപ്പോ അതിന്റെ എന്താ ചുറ്റുപാട് അല്ലെ, ഒരു വെയിലൊന്നും ഇല്ലാത്തൊരു സ്ഥലത്താണ് നമ്മൾ ചെടി കുഴിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരും ഇല്ല അല്ലെ. അതിങ്ങനെ മുരടിച്ചു പോകും, വളർച്ച ഇല്ലാതെ ഇങ്ങനെ മുരടിച്ചു പോകും. നമ്മള് വെള്ളവും വളമൊക്കെ കൊടുക്കുന്നുണ്ടാവും, പക്ഷെ എന്ത് കൊടുത്തിട്ടും ആ ചെടി അങ്ങനെ തന്നെ നിൽക്കും അല്ലെ. ഇതിനൊരു വളർച്ചയില്ല. നമ്മള് ചിലപ്പോ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും, ഇത് കുഴിച്ചിട്ടിട്ട്, ഞാനത് കുഴിച്ചിട്ടിട്ട് വെള്ളവും വളമൊക്കെ ഞാൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്താണെന്നറിയില്ല, അതൊരു മുരടിച്ച് കിടക്കുന്നത്, വളരുന്നില്ല എന്നുള്ള ഒരു പരാതി. അത് എന്താ, അതിന്റെ സാഹചര്യം അല്ലെ. അനുകൂല സാഹചര്യം ആണെങ്കിൽ അത് നന്നായിട്ട് വളർന്നോളും. അതിന് വെയിൽ കിട്ടുന്നില്ല, വളരണമെങ്കിൽ വെയിൽ കിട്ടണ്ടേ, അത് കിട്ടുന്നില്ല. അതേപോലെ തന്നെയാണ് കുട്ടികളും, അവർക്ക് അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് പാരന്റ്സ് ആയിട്ടുള്ള നമ്മളെ കടമയാണ്. അപ്പൊ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം അങ്ങനത്തെ എക്സ്പീരിയൻസുകൾ ഉണ്ടാകുന്ന സമയത്ത് ഉള്ള ആളുകൾ ഷെയർ ചെയ്യുകയാണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ കേൾക്കുകയാണെങ്കിലും നല്ല രീതിയിൽ അവരോട് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അപ്പൊ ഇപ്പൊ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും, എന്റെ കുട്ടി ചെറുപ്പത്തിലൊക്കെ അങ്ങനെ ചെയ്തിരുന്നു, പക്ഷെ അന്ന് എനിക്ക് മാറ്റാനായിട്ടില്ല. ഇപ്പം ഫുൾ എന്താ പറയാ, അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഞാൻ പേടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. പക്ഷെ എന്നാലും നമ്മൾ ആ ഒരു അവയർനെസ്, അല്ലെ ആ ഒരു അറിവ് നമുക്ക് കിട്ടിയ സമയം മുതൽ നമ്മൾ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. കുട്ടീനെ പറഞ്ഞ് മനസ്സിലാക്കുക. പിന്നെ നമ്മൾ പറഞ്ഞതാണല്ലേ പാരന്റ്സിന്റെ കഴിവ് അല്ലെ, പാരന്റ്സിന്റെ പവർ എന്ന് വെച്ചാല് അത് ഭയങ്കരാണ് അല്ലെ. മെയിനായിട്ട് അല്ലെ, പ്രാർത്ഥന, നന്നായിട്ട് പ്രാർത്ഥിക്കുക. നല്ലൊരു വിശ്വാസം കുട്ടിയിലുണ്ടാക്കുക, എന്റെ കുട്ടി മാറും, എന്റെ കുട്ടി നല്ല അവസ്ഥയിൽ എത്തും എന്നുള്ള ആ ഒരു ശുഭ പ്രതീക്ഷ അല്ലെ. നമ്മൾ പറഞ്ഞു എന്ത്, പാരന്റ് എന്ന് പറയുന്ന ഒരു ചാനലാണ് അല്ലെ, നമ്മളെ ക്രിയേറ്ററിന്റെയും കുട്ടീന്റെയും ഇടയിലുള്ള ഒരു ചാനലാണ്. ആ ഒരു ചാനല് നല്ല എന്താ പറയുക, ഒരു വൈദ്യുതി ചാനലിലൂടെ കടത്തി വിടുകയാണെങ്കിൽ അതിന് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഷോക്ക് വരികയല്ലോ, വൈദ്യുതി പുറത്തോട്ട് വരികയല്ലേ. അതേപോലെയാണ് അത് കൃത്യമായ അലൈൻമെന്റിലാവുമ്പോഴാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യാം. നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, നമ്മൾ പ്രെയർ ചെയ്യുക അല്ലെ. ക്രിയേറ്ററിനോട് നല്ല രീതിയിൽ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പ്രെയർ ചെയ്യുക. അതേപോലെ തന്നെ ആ ഒരു വിശ്വാസത്തോടു കൂടി പ്രെയർ ചെയ്യണം. പ്രാർത്ഥനക്ക് അങ്ങനെ ഒരു ഇതുണ്ട് അല്ലെ. നമ്മൾ വെറുതെ കിട്ടോ കിട്ടേലേ, കിട്ടോ കിട്ടേലേ എന്ന് ആ ഒരു ഡൗട്ട് വെച്ചിട്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമോ? ഒരിക്കലും കിട്ടൂല അല്ലെ. എന്താ പറയാ, നമുക്ക് പൂർണ്ണമായിട്ട് 100% നമ്മളങ്ങ് സറണ്ടർ ചെയ്തിട്ട്, അല്ലെങ്കിൽ തവക്കുൽ ചെയ്തിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ പ്രാർത്ഥനക്ക് ഉറപ്പായിട്ടും ഉത്തരം കിട്ടും. അങ്ങനെ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം, നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യാം അല്ലെ. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ ടെക്നിക്കാണല്ലേ, കുട്ടി ആ ഒരു നല്ലൊരവസ്ഥയിലേക്ക്, എങ്ങനെയാണോ നമുക്ക് എന്ത് ബിഹേവിയർ ആണോ മാറ്റേണ്ടത്, ആ മാറി വന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ഇമാജിൻ ചെയ്യുക, വിഷ്വലൈസേഷൻ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓട്ടോമാറ്റിക്കലി നമ്മൾ ആക്ഷൻ എടുക്കുന്ന സമയത്ത് ബാക്കിയുള്ളത് എന്താ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ചെയ്താൽ ബാക്കിയുള്ളത് പഠിച്ചോൻ ചെയ്യുമെന്ന് പറയും. അതേപോലെ തന്നെ മാറിക്കൊള്ളുന്നതാണ്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും കൂടിയും വേണം എന്നുള്ളത്. ഞാൻ നോക്കിയ സമയത്ത് പല ആളുകളും എന്താ പറയാ, ഈ ഒരു പ്രശ്നങ്ങള് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എനിക്ക് അത് കേട്ട സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു. അൽഹംദുലില്ലാ, എന്റെ മക്കളുടെ അടുത്തൊന്നും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. വല്ലപ്പോഴും കുറച്ചൊന്ന് ഷൗട്ട്, നമ്മൾ അങ്ങോട്ട് ഷൗട്ട് ചെയ്യുന്ന സമയത്ത് ഒന്ന് തിരിച്ച് ഷൗട്ട് ചെയ്താൽ പോലും ഭയങ്കര പ്രയാസമായിരിക്കും. അതെന്തോ ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ചെയ്യുന്നത്. ഇത് കേട്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് വല്ലാത്തൊരു എന്താ പറയാ, നമ്മള് പറയലേ ആ ഒരു സ്റ്റേജിലേക്ക് ഒന്ന് പോയി നോക്കി, അങ്ങനെ ഒരു അവസ്ഥ നമുക്കാണ് വന്നതെങ്കിൽ എന്ന് ചിന്തിച്ചു പോയി. എന്തായാലും അത്തരത്തിലുള്ള അവസ്ഥകളൊന്നും ആർക്കും ഇല്ലാതിരിക്കട്ടെ. പലർക്കും അതിനെക്കുറിച്ച് അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ്. ഇപ്പൊ പാരന്റിങ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ശരിക്കും പറയാനൊരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. നമുക്ക് അതിനെക്കുറിച്ച് അവയർനെസ് നേടാൻ പലരും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. അതൊരു ഓട്ടോമാറ്റിക്കലി ഉള്ള ഒരു പ്രോസസ്സ് ആണ്. അപ്പൊ നമുക്ക് മനുഷ്യന്മാർക്ക് മാത്രമേ പറ്റിയുള്ളൂ. മൃഗങ്ങൾക്കൊക്കെ
പാരന്റിങ് കോച്ചിങ് കൊടുക്കുന്നുണ്ടോ, അല്ലെ മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കുന്നുണ്ടോ? ഒന്നും കിട്ടുന്നില്ല അല്ലെ. അത് നാച്ചുറൽ ആയിട്ട് നടന്നു പോകുന്ന സംഭവം തന്നെ. പക്ഷെ നമുക്കും അങ്ങനെ നാച്ചുറൽ ആയിട്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ കുറെ ലേൺ ചെയ്ത് വെച്ച കാര്യങ്ങൾ നമ്മൾ അൺലേൺ ചെയ്യണം അല്ലെ. നമ്മൾ കുറെ തെറ്റായി കുറെ ധാരണകളുണ്ട്. ഇന്നതാണ് പാരന്റിങ്, ഇങ്ങനെയാണ് കുട്ടികളെ വളർത്തേണ്ടത് അല്ലെ. ആ ഒരു രീതിയിൽ നമുക്ക് കുറെ അൺലേൺ ചെയ്യാനുള്ള, ഒഴിവാക്കാനുള്ള കുറെ പ്രോഗ്രാമുകളുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു പാരന്റിങ് കറക്റ്റ് വേയിൽ കൊടുക്കാൻ പറ്റാത്തത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് അവയർനെസ്, നമ്മളിപ്പോ കുട്ടികള് ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ കുട്ടീനെ കുറ്റപ്പെടുത്തുന്നതിന് പകരം എന്തുകൊണ്ടായിരിക്കും, ഒരു റീസൺ ഉണ്ടാവില്ലേ. ഏതൊരു കാര്യത്തിനും ഒരു റീസൺ ഉണ്ടാവും അല്ലെ. ഒരു പിഞ്ചു കുഞ്ഞ് കരയുകയാണെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടാവും. ഒന്നുകിൽ ആ കുട്ടിക്ക് വിശക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും പെയിൻ ഉണ്ടാവും. നമ്മൾ ആദ്യം എന്താക്കും, വിശപ്പ് മാറ്റും അല്ലെ. എന്നിട്ടും കരച്ചിൽ നിർത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് ഡോക്ടർ എന്താ ചെയ്യാ, വയറുവേദന ഉണ്ടോ ചെവിവേദന ഉണ്ടോ എന്നൊക്കെ ഉള്ളത് ചെക്ക് ചെയ്യും അല്ലെ. എന്നിട്ട് അതിന് കറക്റ്റ് മരുന്ന് കൊടുക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് പൂർണ്ണമായിട്ടും സുഖാവുന്നതാണ്. അതല്ലാതെ നമ്മൾ എന്താ പറയാ, അതില് ഇങ്ങനെ ടെൻഷൻ ആയിട്ടോ കൺസേൺ ആയിട്ടോ ഒന്നും കാര്യമല്ല അല്ലെ. എന്താണോ അതിന്റെ റൂട്ട് കോസ് കണ്ടെത്തുക, അതിന് ട്രീറ്റ്മെന്റ് എടുക്കുക. അപ്പൊ റൂട്ട് കോസ് കണ്ടെത്താതെ, അല്ലെ റൂട്ടിലാണ് നമ്മൾ ട്രീറ്റ്മെന്റ് എവിടെയാണ് കൊടുക്കുന്നത്. ഒരു മരമാണെങ്കിൽ അല്ലെ, ഒരു മരത്തിൽ ഉണ്ടാകുന്ന ഒരു കായ കേട് വന്നാല് ഒരിക്കലും ആ കായ പറിച്ച് കളഞ്ഞുകൊണ്ട് അടുത്ത കായ തന്നെ ഉണ്ടാവൂലേ. അല്ലെങ്കിൽ വേണ്ട, ആ കായൽ നമ്മള് എന്തെങ്കിലും ഇഞ്ചക്ട് ചെയ്യോ അല്ലെങ്കിൽ അങ്ങനെ അതിൽ ട്രീറ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ? കാര്യമല്ല അല്ലെ. എപ്പോഴും എന്താക്കുക, അതിന്റെ റൂട്ടിലാണ് ക്ലിയർ ആക്കേണ്ടത്. റൂട്ടിലാണ് പ്രശ്നം കിടക്കുന്നത്. അത് ക്ലിയർ ആക്കിയാൽ മാത്രമാണ് ബാക്കിയുള്ളതൊക്കെ ക്ലിയർ ആവുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇത്തരത്തിലൊരു ബിഹേവിയർ ഞാൻ പറഞ്ഞല്ലോ, അതെങ്ങനെ, അതിന്റെ റീസൺ ഉണ്ടാവില്ല. എന്തുകൊണ്ട് അങ്ങനെ കുട്ടികൾ അങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാന്നുള്ളത് നമ്മൾ ആലോചിക്കണം അല്ലെ. അപ്പൊ നമ്മളടുത്തൊരു ക്ലയന്റ് വരികയാണെങ്കിൽ, ഒരു പ്രശ്നം പറഞ്ഞിട്ട് വരികയാണെങ്കിൽ നമ്മളത് ചോദിക്കൂ അല്ലെ, ഓരോരായിട്ട് ചോദിക്കുന്നത് കൊണ്ടാണ്. അതിനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാരണം, ഒരു പക്ഷെ കുട്ടി ചെറുപ്പത്തില് അത് ഇത്തരത്തിലൊരു സിറ്റുവേഷൻ കണ്ടിട്ടുണ്ടാവും. ഒന്നുകിൽ പാരന്റ്സിന്റെ അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ടാവും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് പാരന്റൽ ഫിഗേഴ്സിനെ കുറിച്ച് അല്ലെ. പാരന്റ്സ്, ഉമ്മ ഉപ്പ എന്നതിലുപരി ഒരു കുട്ടിക്ക് അത് ബയോളജിക്കൽ പാരന്റ്, അതല്ലാതെ ടീച്ചേഴ്സ്, റിലേറ്റീവ്സ്, മെന്റേഴ്സ്, ഇത്തരത്തിലുള്ള ആളുകളൊക്കെ പാരന്റൽ ഫിഗേഴ്സിൽ വരുന്ന. അപ്പൊ ഇത് എവിടുന്നും, ഈ പാരന്റൽ ഫിഗേഴ്സ് എവിടുന്നും കുട്ടി അത് സ്വീകരിക്കാൻ. അപ്പൊ ചിലപ്പം കുട്ടിയുടെ ഉപ്പയോ, ഉപ്പ ഉമ്മാനെ അടിക്കുന്നത് കണ്ടിട്ടുണ്ടാവും ചെറുപ്പത്തിൽ. ഇനി അതല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. അത് എന്താ പറയാ, കുട്ടിയുടെ ഉള്ളില് സബ് കോൺഷ്യസ് മൈൻഡിൽ കയറി അവിടെ കിടക്കുന്നുണ്ടാവും. ആ സമയത്തൊന്നും എന്തുണ്ടാവില്ല, അതിന്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവില്ല. അതവിടെ കണ്ട് ഓൾറെഡി നമ്മൾ പറയില്ലേ, കുട്ടികളുടെ തലച്ചോറ് എന്ന് പറയുന്നത് സ്പോഞ്ച് പോലെയാണ്. സ്പോഞ്ച് എപ്രകാരമാണോ വെള്ളത്തെ വലിച്ചെടുക്കുന്നത്, അതുപോലെയാണ് ഈ ഡാറ്റകളെ അല്ലെ, ചുറ്റിലുണ്ടാകുന്ന എക്സ്പീരിയൻസുകളെയും ഡാറ്റകളെയൊക്കെ ഒരു കുട്ടി ഉള്ളിലേക്ക് എടുത്തു വെക്കും. അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു കാര്യം കയറി കഴിഞ്ഞാൽ അത് അവിടെ കിടക്കും അല്ലെ. അപ്പൊ അത് അവിടെ തന്നെ കിടക്കും. പിന്നെ അത് പുറത്തു വരുന്ന സമയം പിന്നീടാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് പിടികിട്ടൂല ഇതെന്താണ്, പെട്ടെന്ന് ഇങ്ങനെ കുട്ടിക്ക് എന്തൊരു മാറ്റം വന്നു, ഇത് എവിടുന്ന് കണ്ടതാന്നൊക്കെ ചിലപ്പോ നമ്മള് ചിന്തിക്കും. പക്ഷെ ഇത് അവിടെ കിടക്കുന്നു. ഇത് പറഞ്ഞ സമയത്ത് ഒരിക്കല് ഞങ്ങൾക്കൊരു സൈക്കോളജിന്റെ സാറ് ഒരു കഥ പറഞ്ഞു. ഞാൻ ജസ്റ്റ് ആ ഒരു കഥ ഇവിടെ ഷെയർ ചെയ്യാൻ വിചാരിക്കുകയാണ്. അപ്പൊ സാറ് പറഞ്ഞു, സാറിന്റെ അടുത്ത് ഒരു കപ്പിൾസ് വന്നു. പുതിയ കപ്പിൾസ് ആണ്. അപ്പൊ എന്താണ് പ്രശ്നം, എന്തൊക്കെയാണ്, ഹാപ്പി അല്ലേ? ആ ഹാപ്പിയാണ്, നല്ല രീതിയിൽ ലൈഫൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ എന്താണ് ഇവിടെ വന്നത് എന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞു, ഹസ്ബൻഡ് പറഞ്ഞു, എന്താണ് ഞങ്ങള് നല്ല സ്നേഹത്തില് കഴിഞ്ഞു പോകുന്ന, പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് നല്ല ഹാപ്പി ആയിട്ട് കഴിഞ്ഞു പോകുന്ന കപ്പിൾസ് ആണ്. ഇത്ര വർഷമായിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. എനിക്ക് അവളെ ഭയങ്കര സ്നേഹമാണ്, അവൾക്ക് എന്നോട് തിരിച്ചും ഭയങ്കര സ്നേഹമാണ്, ഹാപ്പിയാണ്. പക്ഷേ
എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ചില സമയത്ത് എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന നല്ല ഹാപ്പി ആയിട്ട് പോകുന്ന സമയത്തും ചില അവസരങ്ങളിൽ ഞാൻ എൻ്റെ കൺട്രോള് വിട്ടു പോവാണ്. അതായത് ചില സമയത്ത് ചില കാര്യങ്ങൾ പറയുന്ന സമയത്ത് പെട്ടെന്ന് എന്താ പറയാ അത് കേൾക്കുന്ന ഓൺ ദി സ്പോട്ടിൽ ഭാര്യനെ അടിക്കുക, അതാണ് ഇയാളെ പ്രശ്നം. അങ്ങനെ നല്ലതായിരിക്കും, പക്ഷെ പെട്ടെന്ന് ആർക്കും പറയാൻ പറ്റില്ല. നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അടിച്ചു പോവുക. അത് അടിച്ചു കഴിഞ്ഞാൽ ആൾക്ക് ആഹ്, ഒരു പ്രയാസം തോന്നും, പക്ഷെ ഓൺ ദി സ്പോട്ട് അതെനിക്ക് നിർത്താൻ പറ്റുന്നില്ല. വേറെ ഒരു കുഴപ്പവുമില്ല. ഓൺ ദി സ്പോട്ടിൽ ചിലപ്പം എവിടെയാണോ കാണുന്നത് അവിടെ അടിക്കും. അത് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കുമല്ലോ, സ്വാഭാവികമായിട്ട്. അതാണ് പ്രശ്നം. അങ്ങനെ സാറ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചോദിച്ച് പിന്നെ ഇത് വേറെ ആരെങ്കിലും വീട്ടിലെ പാരന്റ്സിനെ കുറിച്ച്, പാരന്റ്സ് നല്ലതാണ്. അമ്മയും അച്ഛനൊക്കെ ഭയങ്കര സ്നേഹത്തിലാണ്, നല്ലൊരു ഫാമിലിയാണ്. ഒരു പ്രശ്നവുമില്ല, പ്രയാസവുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഫ്രണ്ട്ലിയാണ്, എല്ലാം ഓക്കെയാണ്. പിന്നെന്താ സംഭവിക്കുന്നതെന്ന് അറിയാലോ. അച്ഛന് അമ്മേനെയോ അല്ലെങ്കിൽ മക്കളെയോ ആരെയും അടിക്കുന്നില്ല. ആ ഒരു അടി എന്ന് പറഞ്ഞ പ്രോസസ്സ് തന്നെ അവിടെ നടക്കുന്നില്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെ ചോദിച്ച് ഈ കുട്ടി ഈ വന്ന ഹസ്ബൻഡിന്റെ കുട്ടിക്കാലത്തേക്ക് പോയി. പിന്നെ എന്താ പറയാ, അതിനെ കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോ ഈ ഇയാൾ അമ്മന്റെ അടുത്ത് എത്തിയ സമയത്ത് അറിയാൻ കഴിഞ്ഞ എന്താന്ന് വെച്ചാല്, ഏഹ് ഈ അമ്മന്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഈ അച്ഛൻ നന്നായിട്ട് മദ്യപിക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ മദ്യപിച്ചിട്ട് വന്നിട്ട് നന്നായിട്ട് ഈ അമ്മനെ അടിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ആണ് കുറച്ച് കഴിഞ്ഞപ്പോ അമ്മ പ്രഗ്നന്റ് ആയി. ഈ മൂത്ത മോനാണ്. മോന് പ്രഗ്നന്റ് ആയ സമയത്ത് പ്രഗ്നന്റ് ആയി മോന് പ്രസവിച്ചതിന് ശേഷം ഒരിക്കലും അച്ഛൻ മദ്യം കൈകൊണ്ട് തൊട്ടിട്ടില്ല. അതേപോലെ തന്നെ അമ്മേനെ അടിച്ചിട്ടില്ല. പക്ഷെ കല്യാണം കഴിഞ്ഞത് മുതൽ മോന് പ്രഗ്നന്റ് ആയ സമയത്തൊക്കെ ഇത് ഇങ്ങനെ തുടർന്ന് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മള് കഴിഞ്ഞ ക്ലാസ്സുകളിൽ മുന്നേ പറഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഒരമ്മയുടെ മുമ്പിലായിരിക്കുമ്പോ ചുറ്റിലുള്ള കാഴ്ചകളും ശബ്ദങ്ങളും അല്ലെ അമ്മയുടെ മാനസികാവസ്ഥ, ചിന്തകൾ വരെ നന്നായിട്ട് കുട്ടീനെ ബാധിക്കുന്നുണ്ട് എന്നല്ലേ. അപ്പൊ ഈ അടിച്ചുകൊണ്ടിരുന്ന കുട്ടി വയറ്റിനുള്ളിലാണെങ്കിലും അത് കുട്ടിക്ക് അത് ബാധിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ്. അപ്പൊ അതേപോലെ ആയിരിക്കാം. നമുക്കിപ്പോ അവരെ എടുത്തു കിട്ടിയാൽ നമ്മൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കിയാൽ അറിയാം. ഇങ്ങനെയും എന്താ പറയുക, കൂടുതലും ആ ഒരു ചാൻസ് ആണ് ഉള്ളത്, ഇങ്ങനെ ഒരു ബിഹേവിയർ വരാനുള്ള ഒരു ചാൻസ്. അപ്പൊ അത് പാരന്റ്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നമ്മൾ ഹീൽ ചെയ്യാന്നുള്ളതാണ് ആദ്യ സ്റ്റെപ്പ് അല്ലെ. എന്റെ ആ ഒരു പ്രഗ്നൻസി ടൈമില് അല്ലെങ്കിൽ എന്റെ ഈ കുട്ടി ചെറുതായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഇപ്പോഴും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഇപ്പോഴും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ആ സിറ്റുവേഷൻ മാറ്റാന്നുള്ളതും ആ ഒരു വൂണ്ട് ഹീൽ ചെയ്ത് കളയാന്നുള്ളതും. ഇനി അപ്പൊ നമ്മളെ ഇതിലില്ല, നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ് ആണ്. അപ്പൊ എന്റെ പാരന്റ്സ്, അപ്പൊ അവരുടെ അടുത്താണ് ഈ ഒരു ബിഹേവിയർ ഉള്ളത്. ഈ സ്വഭാവം എന്ന് പറയുന്നത് എന്താ ജനറേഷനിലായിട്ട് ഇങ്ങനെ കൈമാറി പോകുന്നൊരു, നമ്മൾ പാരന്റിങ് ഒക്കെ പറഞ്ഞല്ലോ, നമുക്ക് കിട്ടിയ പാരന്റിങ് നമ്മൾ നമ്മളെ മക്കൾക്ക് കൊടുക്കും, നമ്മളെ മക്കൾക്ക് കിട്ടിയ അടുത്ത ജനറേഷന് കൊടുക്കും. അങ്ങനെയാണ് പാരന്റിങ് ഈ ബിഹേവിയറുകളെല്ലാം പോകുന്നത്. അങ്ങനെ എല്ലാം പോകുമെന്ന് വെച്ചാൽ ഇല്ല. നമുക്ക് റീപ്രോഗ്രാം ചെയ്തിട്ട് പുതിയ നമ്മൾ എന്താണോ പ്രോഗ്രാം ചെയ്യുന്നത് അതാണല്ലോ നമ്മളെ കുട്ടികൾ ആയി മാറും. അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് നമുക്ക് ഉണ്ടെങ്കിൽ, നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ആദ്യം അതിനെക്കുറിച്ച് അവെയർ ആകും. എനിക്കിങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്, അതെനിക്ക് മാറ്റണം അല്ലെ. ഏതൊരു ബിഹേവിയറും നമ്മൾ ആദ്യം അത് ആക്സെപ്റ്റ് ചെയ്യണം. എനിക്ക് ഇന്നൊരു കുഴപ്പമുണ്ട്, എനിക്കിപ്പോ ഒരു എല്ലാത്തിലും ഒരു നെഗറ്റീവ് പറയുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടെങ്കിൽ ആരെന്ത് ചെയ്യുന്ന സമയത്തും ഒന്ന് നെഗറ്റീവ് പറഞ്ഞു, ഫസ്റ്റ് ഒന്ന് നെഗറ്റീവ് പറഞ്ഞു, പിന്നെ ഓക്കെ. പക്ഷെ ഞാനത് ആദ്യം ആക്സെപ്റ്റ് ചെയ്യണം. എനിക്ക് ഇങ്ങനെ ഒരു നെഗറ്റീവ് പറയുന്ന ഒരു സ്വഭാവം ഉണ്ട്, ഓക്കെ, ഞാനത് മാറ്റണം എന്നുള്ള അടുത്ത തീരുമാനം അല്ലെ. പിന്നെ ആ മാറ്റാനുള്ള സ്റ്റെപ്സ് എടുക്കുക എന്നുള്ളത് അതിന്റെ അടുത്ത തീരുമാനം. അപ്പൊ അതുപോലെയാണ് നമ്മൾ ഈ ഇത്തരം കേസുകൾ ഒരിക്കലും എന്താക്കരുത്, നമ്മൾ മൂടി വെക്കുകയോ അത് മുന്നോട്ട് കൊണ്ടുപോവാതെ അത് സ്റ്റോപ്പ് എത്രയും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ അത് ഭയങ്കര ഒരു
പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെ. നമ്മള് പാരന്റ് എന്ന നിലയിൽ ഒരു പക്ഷെ ക്ഷമിക്കും, സഹിക്കും. എന്റെ കുട്ടിയല്ലേ, ഞാൻ സഹിക്കാം, അല്ലാണ്ട് വേറെ വഴിയില്ല. പക്ഷെ അത് മാത്രല്ല, അടുത്ത ജനറേഷനും ഇപ്പൊ നമ്മളെ കുട്ടികളാണെങ്കിൽ അവർക്കൊരു ഫാമിലി ഉണ്ടാകുമ്പോൾ ആ ഒരു ഫാമിലിനെ ബാധിക്കില്ല. ഈ ഒരു പാറ്റേൺ ഇങ്ങനെ കണ്ടിന്യൂസ്, ഇങ്ങനെ ജനറേഷൻ ടു ജനറേഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ മാറ്റത്തിന് നമ്മൾ ഒറ്റൊരു സ്റ്റെപ്പ് എടുത്താൽ, ഞാന് എന്നെ കുറിച്ചൊന്ന് അവെയറായി, എന്റെ ഫാമിലിനെ കുറിച്ചൊന്ന് അവെയറായി, ഞാനൊരു സ്റ്റെപ്പ് എടുത്താൽ അവിടെ രക്ഷപ്പെടുന്നത് നമ്മൾ മാത്രമല്ല, ഒരിക്കലും നമ്മളെ അടുത്ത ഒരുപാട് ജനറേഷനാണ് അതിലൂടെ രക്ഷപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതേപോലെ തന്നെയാണ് ഇങ്ങനത്തെ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത്. ഇപ്പൊ എന്ത് ഈ ഒരു വണ്ടിന്റെ കേസ് മാത്രമല്ല, ഏത് കാര്യങ്ങളായാലും അത് കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. ചിലപ്പോ നമ്മൾ തന്നെ വിചാരിക്കില്ല, ക്ലാസ്സിലൊക്കെ നമ്മൾ വിചാരിക്കും നമ്മള് പറയും, മോനെ പഠിപ്പിക്കെത്തിട്ടുണ്ട് പോയി വരാന്നല്ല. അപ്പൊ നിയമം പാലിക്കാനുള്ളതല്ല, വെറുതെ ഉള്ളൊരു കാര്യമാണെന്ന് ആദ്യം ആ കുട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ആരാണ്? നമ്മളാണ് അല്ലെ? അതേപോലെ തന്നെ ഹെൽമെറ്റ് അല്ലെ, ഹെൽമെറ്റ് വെക്കാതെ പോയിട്ട് നമ്മൾ ഉണ്ടാവില്ലേ, ക്യാമറ ഉള്ളിടത്തില് അതിന്റെ കുറച്ച് മുന്നേ വണ്ടി നിർത്തിയിട്ട് അവിടുന്ന് ഇറങ്ങിയിട്ട് എന്താക്കും, നടക്കും അല്ലെ? ക്യാമറന്റെ പരിധി കഴിഞ്ഞാൽ അവിടുന്ന് വീണ്ടും പക്ഷെ നമ്മൾ അവിടെ മനസ്സിലാക്കണം, ഈ ഹെൽമെറ്റ് വെക്കുക എന്നുള്ളൊരു നിയമം കൊണ്ടുവന്നത് ഒരിക്കലും മറ്റൊരാൾക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മള് സേഫ് ആകാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ തലയിൽ ആ ഹെൽമെറ്റ് വെച്ചാൽ ഈവൻ നമ്മൾ ആക്സിഡന്റിൽ പെട്ടാൽ പോലും നമ്മൾ രക്ഷപ്പെടാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ? അതിന് വേണ്ടിയിട്ട് അത് നമ്മൾ ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കള്ളത്തരങ്ങൾ ചെയ്യുന്നത്. ഹെൽമെറ്റ് ഇല്ലാണ്ട്, അല്ലെങ്കിൽ എന്താ, നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചെക്കിങ് ഉണ്ട്, നമുക്ക് സിഗ്നൽ തരൂല്ലേ, മറ്റു വണ്ടിക്കാർ സിഗ്നൽ തരും, നമ്മൾ അവിടുന്ന് തിരിച്ചു വേറെ ഏതെങ്കിലും വഴി കൂടെ പോകുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്താ പറയാ, ഈ നിയമവ്യവസ്ഥകളൊക്കെ തന്നെ അത് ഇസ്ലാമികമായിട്ടുള്ളതായാലും അല്ലാത്ത കാര്യങ്ങളായാലും ഓരോന്നിനും ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടാവും അല്ലെ? നമ്മളോടിപ്പോ പഠിച്ചാൻ നിസ്കരിക്കാനോ അല്ലെ പ്രാർത്ഥിക്കാനൊക്കെ പറയുന്നത് എന്തിനാ? പഠിച്ചവനിക്ക് വേണ്ടിയിട്ടാണ്? ഒരിക്കലും അല്ല അല്ലെ? നമുക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയത് തന്നെ. അപ്പൊ നമ്മൾ വിചാരിക്കാം, എനിക്കതൊന്നും വേണേ, പഠിച്ചവനെ പറ്റിക്കാന്നുള്ള, പഠിച്ചവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതേപോലെയാണ് നിയമങ്ങൾ, നിയമപാലകർക്ക് ഒരു കുഴപ്പമില്ല, അവരെ ഡ്യൂട്ടി എടുക്കുന്നുണ്ട്. ഇന്ന പ്രശ്നങ്ങൾ വരാതിരിക്കാൻ ഇന്ന കാര്യങ്ങൾ നമ്മൾ മുൻകരുതൽ എടുക്കണം. നമ്മൾ പറയല്ലേ, എന്താ, രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. ഇപ്പൊ ഏതൊരു ശീലവും പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മളാണ്. പക്ഷെ ഒരിക്കലും നമ്മള് ബോധപൂർവം പ്രോത്സാഹിപ്പിക്കണം, അങ്ങനെ ഒരു പേരന്റും ചെയ്യൂല അല്ലെ? ഇപ്പം പറയാം, എന്റെ മോന് വണ്ടി എടുത്ത് പോട്ടെ, ലൈസൻസ് ഒന്നും ഇല്ലേ, പ്രശ്നമില്ല, വണ്ടി എടുത്ത് പോയിട്ട് വണ്ടി ആക്സിഡന്റ് ആയിട്ട് മരിച്ചോട്ടെ എന്ന് ആരെങ്കിലും വിചാരിക്കും? ഒരിക്കലും വിചാരിക്കും അല്ലെ? നമ്മളെ മക്കള് സേഫ് ആയിരിക്കണം, ഏറ്റവും നല്ലതായിരിക്കും. നമ്മൾ എത്ര മോശമാണെങ്കിലും നമ്മളെ മക്കൾ എപ്പോഴും നല്ലതായിരിക്കണം തന്നെയാണ് ഓരോ പാരന്റും വിചാരിക്കും. പക്ഷെ അവിടെ നമ്മൾ അറിയാതെ ചെറിയ ചെറിയ ആക്ഷൻസ്, ചെറിയതായിട്ട് നമ്മളത് വലിയൊരു ഇതായിട്ട് തോന്നൂല, അത് അവരത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് പറഞ്ഞ പോലെ ഒരു ചെറിയൊരു സ്റ്റോറി ഞാൻ പറയാണ്. ഇതേപോലെ തന്നെ സൈക്കോളജിന്റെ സാറ് പറഞ്ഞ പറഞ്ഞൊരു കാര്യം, നമ്മൾ കുട്ടികൾ കളവ് പറയും അല്ലെ? കളവ് പറയുന്ന ഒരു സ്വഭാവമാണ്. നമ്മളിങ്ങനെ വിചാരിക്കും, ഇവനെന്താ അല്ലെങ്കിൽ ഇവളെന്താണ് ഇങ്ങനെ കളവ് പറയാൻ? ഞാൻ ഒരിക്കലും കളവ് പറയലില്ല, ഞാൻ കളവ് പറയില്ലാലോ, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യലാലോ, അല്ലെ അവന്റെ ഫാദർ അങ്ങനെ പറയില്ലാലോ, അല്ലെ വീട്ടിൽ ആരും അങ്ങനെ പറയലില്ലാലോ, അങ്ങനെ കളവ് പറയുന്ന ആളുകളൊന്നും അല്ല, അങ്ങനത്തെ ഒരു സംസ്കാരമുള്ള ആളുകളല്ല, പിന്നെ എങ്ങനെ ഇവനിങ്ങനെ ആയി? പക്ഷെ നമ്മള് സാറ് പറഞ്ഞൊരു കാര്യം, എന്റെ കുട്ടി ചെറുതായ സമയത്ത് ഉണ്ടാവുന്നത്, നമ്മള് കുട്ടീനെ വീട്ടിൽ വെച്ചിട്ട് പോവില്ലേ, നമ്മള് കല്യാണത്തിനോ കുട്ടികളെയും കൊണ്ട് പോകുന്ന ബുദ്ധിമുട്ടായിട്ട് പോകും. അപ്പൊ കുട്ടീനോട് പറയും, ആ ഹോസ്പിറ്റലിൽ പോവുക, സൂചി വെക്കാണ് അല്ലെ? അവിടെ നമ്മൾ വിചാരിക്കും അതൊരു വലിയ കാര്യമാണോ? ഇല്ല, ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു നുണയാണ് പറയുന്നത്. ഞാൻ പോകുന്നത് കല്യാണത്തിനാണ് അല്ലെ, പക്ഷെ പറയെന്താ, ഞാന് സൂചി വെക്കാൻ പോകും. സൂചി വെക്കാൻ കുട്ടിക്ക് ഈ വാക്സിൻ ഒക്കെ എടുക്കുന്നതുകൊണ്ട് സൂചി കുട്ടികൾക്ക് പേടിയായിരിക്കും.
അപ്പൊ അത് പറഞ്ഞാൽ പിന്നെ കുട്ടികൾ അവിടെ ഇരുന്നോളും അല്ലേ. അപ്പൊ അത് നമ്മൾ ചിന്തിക്കാത്ത അത്ര വലിയ തെറ്റാണ്. തെറ്റാണ് അത്. കളവ് അല്ല, ഏതൊരു തെറ്റും എത്ര ചെറുതായാലും വലുതായാലും തെറ്റ് തെറ്റ് തന്നെയാണ് അല്ലെ. ഒരു 10 രൂപ ഒരാള് കട്ടെടുത്താലും 1,00,000 രൂപ കട്ടെടുത്താലും അയാൾ നമ്മൾ എന്താ പറയാ, കള്ളൻ എന്നല്ലേ പറയാ അല്ലെ. 10 രൂപ കട്ടോന് 1,00,000 കട്ടോൻ എന്ന് പറയലാണോ. രണ്ടും കോമൺ ആയിട്ട് നമ്മൾ പറയാം കള്ളൻ. അതേപോലെ തന്നെയാണ് കുട്ടികളും. നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമ്മള് കുട്ടികളെ എടുത്ത് ആ ഒരു സമയത്തേ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ നിയമങ്ങളുണ്ട്, ഇത് നമ്മൾ പാലിക്കാനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലത്തെ അബ്യൂസുകൾ ഉണ്ടല്ലോ, അതിനെയൊക്കെ കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. എന്നിട്ടും അത് ആവർത്തിക്കുകയാണെങ്കിൽ അവരെ ശിക്ഷിക്കേണ്ടതും ഒരു പാരന്റ് എന്ന നിലയിൽ നമ്മളെ കടമ തന്നെയാണ്. നമ്മൾ പറയൂലേ, തീരെ കുട്ടികളെ പിന്നെ ശിക്ഷിക്കൊന്നും ചെയ്യാണ്ട് ഒന്നും പറയാതെ അവരെങ്ങനെയാണോ അങ്ങനെ വിടുക എന്നുള്ളതല്ല. നമ്മൾ ചെറിയ കറക്ഷൻസ് ഒക്കെ അവരെടുത്ത് നടത്തണം. പക്ഷെ അതെന്താണെന്ന് കൃത്യമായിട്ട് അവരെ പറഞ്ഞു ബോധിപ്പിക്കണം. ഒരു തെറ്റൊരു കുട്ടി ചെയ്താൽ അതിന് ആദ്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ചെയ്യാൻ പാടില്ലാത്ത അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ശിക്ഷിക്കണം അല്ലെ. പക്ഷെ ആ ശിക്ഷിച്ചു കഴിഞ്ഞാൽ ആ, ആ, ശിക്ഷിച്ചു കഴിഞ്ഞതിന് ശേഷം എന്തിനാണത് ശിക്ഷിച്ചത്, എന്താണ് അതിന്റെ ഉദ്ദേശം എന്നുള്ളത് കുട്ടിക്ക് കറക്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളതാണ്. അല്ലാതെ എന്താ പറയാ, അതിനൊരു ഫലം ഉണ്ടാവില്ല. നമ്മളിപ്പോ കുട്ടി ഒരു തെറ്റ് ചെയ്ത് കുറെ അടി വെച്ചെടുത്ത് ഇത് ശീലമായി മാറും. തെറ്റ് ചെയ്യുക അടി കിട്ടുക, തെറ്റ് ചെയ്യുക അടി കിട്ടുക. അപ്പൊ അതൊരു എന്താ കണ്ടിന്യൂസ് പ്രോസസ് ആയി മാറുന്നത്. ഒരു അവയർനെസ് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. അത് നല്ലതായാലും ചീത്തയായാലും എന്ത് ചെയ്യുന്ന സമയത്ത് ആ കുട്ടീനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അപ്പൊ ഇതേപോലെ തന്നെ ശിക്ഷന്റെ കേസെല്ലാം നല്ലൊരു കാര്യമാണ്. ഇപ്പൊ ഒരു പ്രെയർ പോലുള്ള സംഭവങ്ങളാണ്. അത് എന്തിനാണ് അതിനെ കൊണ്ടുള്ള എന്താ പറയുക ഗുണങ്ങൾ എന്തൊക്കെയാണ്, അത് ചെയ്തിട്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഒരിക്കലും നിർബന്ധിച്ചതിലേക്ക് കൊണ്ടുവരിക. അല്ലാതെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ എക്സ്പീരിയൻസ് ചെയ്തും കുട്ടികളെ അറിയില്ല. ആ എക്സ്പീരിയൻസ് ഉണ്ടാകുന്ന സമയത്ത് ഓരോ നമ്മളോട് ഷെയർ ചെയ്യും, എനിക്ക് ഇന്നെന്ന് ഞാനിങ്ങനെ പ്രെയർ ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെ റിസൾട്ട് ഉണ്ടായി. അപ്പൊ അത് അതിനെ കുറിച്ച് നമ്മൾ എന്താ പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ളത് ഉള്ളതാണ്. അപ്പൊ അത് അവര് കണ്ടിന്യൂ ചെയ്തുകൊണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത് ഞാൻ പുറത്ത് പറഞ്ഞല്ലോ, ഇതായിരുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇൻഷാ അല്ലാ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ, ഫീഡ്ബാക്ക് പറയാനുണ്ടോ, ഡൗട്ട്സ് ഉണ്ടോ? പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തും കിട്ടിയ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക എന്നുള്ളതാണ്. പലരും എന്താ പറയാ അറിയാത്തതിന്റെ പേരിൽ അല്ലെങ്കിൽ ഇത്തരം ഒരു അവയർനെസ് ഇല്ലാത്തതിന്റെ പേരിൽ ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ടാവും. അപ്പൊ നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു കടമ കൂടി നമുക്കുണ്ടല്ലോ. ഇൻഷാ അല്ലാ എന്തെങ്കിലും പറയാനോ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ ഈ പറഞ്ഞതിൽ ബോയ്സ് ടീനേജിലെത്തൊക്കെ എത്തുമ്പോ ഭയങ്കര പ്രശ്നങ്ങളാണല്ലോ. ഇപ്പൊ ശബ്ദം പൊന്തുന്ന്, ഇങ്ങനെ അനുസരണ കുറച്ച് കുറഞ്ഞ പോലെ തോന്നുക. എനിക്കിപ്പോ രണ്ട് മൂത്ത പെൺകുട്ടികളാ, അതുകൊണ്ട് അറിഞ്ഞിട്ടില്ലേനു. ആങ്ങളാരും ഇല്ല. ഇപ്പോഴാണ് ബോയ്സിന്റെ ഇത് കാണുന്നത്. അപ്പൊ ഓന് 16 വയസ്സായി. പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ ഇപ്പൊ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള പോലെ നമുക്ക് തോന്നുക. ഷൗട്ട് ചെയ്യും പോലല്ലോ. ആണ് ചെറിയ ചെറിയ കാരണത്തിൽ നമ്മള് സാധാരണ പറയുന്നതൊക്കെ. അപ്പൊ അത് ആ സമയത്ത് ചെയ്യില്ല. ഇപ്പൊ നിസ്കാരമൊക്കെ നിസ്കരിക്കും, പക്ഷെ ആ സമയത്ത് നമ്മൾ പറയാൻ പാടില്ല. പറഞ്ഞാല് അങ്ങനത്തെ അപ്പൊ അതൊക്കെ എന്താ ചെയ്യണ്ടേ? അത് പൊതുവെ ആ ഒരു എന്താ പറയാ ഒരു ഹോർമോൺ ചേഞ്ച് ഉണ്ട്. ടീനേജിലേക്ക് എത്തുന്ന സമയത്ത് അവരൊരു നേച്ചർ അങ്ങനെ തന്നെയാണ്. അപ്പൊ പിന്നെ ആ എന്താ പറയാ നമ്മള് കൂടുതൽ ഉപദേശിക്കല്ലേ ചെയ്യാ, ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കല്ലോ. ആ അപ്പൊ അതൊന്ന് അത് കുറച്ച് തീരെ കുറയ്ക്കുക. ഇഷ്ടാവൂല. ആ ആ ആ അത് കുറയ്ക്കുക. പറയാ, പക്ഷെ റിപ്പീറ്റ് പറഞ്ഞോണ്ടിരിക്കരുത്. പറയാ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ടെക്നിക്ക് ഉണ്ടല്ലോ,
പിന്നെ ആ ആ അത് പറഞ്ഞ് മനസ്സിലാക്കി ഓലെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ പറയാതെ പിന്നെ നമ്മള് ആ ക്ഷമ, അതാണല്ലോ ആ ഏറ്റവും വലുത്. പ്രയർ ആ ചെയ്യുക, ആ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവര് വരുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക, പ്രാർത്ഥിക്കുക. ഉം ഉം അപ്പൊ ഉം ഓട്ടോമാറ്റിക്കലി അവരിൽ മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മളിങ്ങനെ ഇൻഷാ ഇറിറ്റേറ്റ് അല്ലാഹ്. ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഉം അത് കൂടാണ് ചെയ്യുക. ആ അത് ഈ ക്ലാസ്സിലൂടെ എനിക്ക് മനസ്സിലായിപ്പോ. നമ്മളും ആ സമയത്ത് ശബ്ദിട്ട് പോകുമല്ലോ. ആ ശബ്ദിട്ട് പോകുന്ന അപ്പൊ അത് കൂടും. പിന്നെ പിന്നെ ആലോചിക്കുക ആ അതെന്തിനേനും ഒന്ന് അന്നേരം ഒന്നും മിണ്ടാണ്ടെന്നാ മതിയേനും. പിന്നെ ഒന്നും അത് ഉണ്ടായില്ല. കുറച്ചു നേരം ഇങ്ങോട്ട് തന്നെ വരും. ഇങ്ങോട്ട് തന്നെ ആ വരും. സോപ്പ് ഇടാൻ വരും. ആ അത് സമയത്ത് മാത്രമുള്ള നമ്മുടെ ഉള്ളിലും ഉം ചെറിയ വൂണ്ടുകൾ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മള് എന്താ ആ പറയാ, അതിങ്ങനെ ലെറ്റ് ഗോ ചെയ്തിട്ട് അതങ്ങനെയാന്ന് ഒരു പ്രായത്തിന്റെ പ്രത്യേകതയാണ്. ഇപ്പൊ ഈ പറഞ്ഞ കേസ് എന്ന് വെച്ചാൽ വലിയൊരു കേസല്ല, നോർമൽ ആ ഉള്ള കേസാണല്ല. പക്ഷെ ഞാൻ നേരത്തെ ആ പറഞ്ഞത് എന്ന് വെച്ചാൽ കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള ആ ആ കേസാണല്ലോ. പിന്നെ ആ പറഞ്ഞല്ലോ ഓർക്ക് തന്നെ തോന്നിയത് തിരിച്ചു വരുന്നുണ്ട് എന്നല്ലേ. അപ്പോൾ ഓൾക്ക് അറിയാം ഇത്. അതിനെ നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞ് ആ ആ കുറ്റപ്പെടുത്തുന്ന ആ സമയത്ത് ഒരു അറി വാശിയായി. കാരണം ഇതുവരെ നല്ല അനുസരണയിൽ വന്നതാ, നല്ല ചിട്ടയായി വന്ന പെട്ടെന്നുള്ളൊരു മാറ്റം കാണുമ്പോൾ നമുക്കൊരു പേടി, ഇത് പിന്നെ മാറിപ്പോയോ. ഉം അത് പോലെ ഫ്രണ്ട്സിന്റെ ഒരു ഫ്രണ്ട് സർക്കിളിലേക്ക് പോലും മാറില്ല. ആ ഒരു ഉം വളർച്ചേന്റെ ഓരോ ഘട്ടവും ഉണ്ട്. അപ്പൊ നമ്മള് ആ ഒരു ആ ആ ടീനേജിൽ എത്തുന്ന സമയത്ത് ഓൾക്ക് കൂടുതലും ഉം ഫ്രണ്ട്സുകളുമായിട്ടായിരിക്കും അറ്റാച്ച്. ആ അത് ആ വരാതിരിക്കാനും നമ്മളെടുത്തും കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. എന്നുവെച്ചാൽ ആ ഒരു ഫ്രണ്ട്സിന്ന് ഉം ഉം കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ, ആ ഒരു കെയറും ലവ് ആൻഡ് കെയർ നമ്മൾ കൊടുക്കാൻ ശ്രമിച്ചാല് ആ ഒരു ആ ഇതവിടെ മാറ്റാൻ പറ്റും. അത് സ്ലോലി ഇൻഷാ സ്ലോലി ഇങ്ങനെ എല്ലാം ചോദിക്കുക, പറയുക, അങ്ങനൊക്കെ ചെയ്ത് നമ്മള് മാറ്റിക്കൊണ്ടുവരണം. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂല. നമുക്കും ആ പിന്നെ രാജിയ പറഞ്ഞല്ലോ, പെൺകുട്ടികളാണ് മൂത്തത്, ആങ്ങളമാരും ഇല്ല എന്നുള്ളത്. അപ്പൊ ആ അതിൻ്റെതായിട്ടുള്ള നമ്മൾ ആദ്യമായിട്ട് കാണായിരിക്കില്ല. ഇതേ ഒരു ആ വിഷയം ആ എനിക്കും ഉണ്ടായിരുന്നു. ഇപ്പൊ പെൺകുട്ടികളെ വേറെ തന്നെ ഒരു ഇതായിരിക്കും, പ്രത്യേകിച്ച് ആങ്ങളമാരൊന്നും ഇല്ലെങ്കിൽ കാമായിരിക്കും. ഉം അപ്പൊ പിന്നെ ഇത് കാണുന്നില്ലല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ആൺകുട്ടികളെ വളർത്തുക, ഓലെ സ്റ്റേജ് എന്തൊക്കെയാന്ന്, ഓലെ ബിഹേവിയറുകൾ എന്തൊക്കെയാണെന്നുള്ളത്. എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും ആണും പെണ്ണും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണല്ലോ. അപ്പൊ പിന്നെ വെച്ചാൽ ആൺകുട്ടികൾക്ക് ഒരു പക്വത വരണമെങ്കിലും ആ ഒരു ഏജ് ഡിഫറൻസ് ഉണ്ട്. 16 വയസ്സുള്ള ഒരു പെൺകുട്ടിക്കുള്ള പക്വത 16 വയസ്സുള്ള ഒരു ആൺകുട്ടിക്ക് ഉണ്ടാവില്ല. അപ്പൊ എല്ലാത്തിലേക്കും എടുത്തു ചാടാനൊക്കെ ഉള്ള ഒരു ചാൻസ് കൂടിയൊരു സമയമാണ്. അപ്പൊ ഇൻഷാ അല്ലാ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചു. ഇൻഷാ ഇൻഷാ അല്ലാ. ജസാക്കല്ലാഹ് ഖൈർ. താങ്ക് യു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഇനിയൊന്നുമില്ലല്ലോ അല്ലേ അസ്രി? ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും ഇത്രയും സമയം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അത് ഉൾക്കൊണ്ട് അതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഈ ഒരു സെഷനിൽ അറ്റൻഡ് ചെയ്തതിന് ഒരുപാട് ഒരുപാട് താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് അടുത്ത ആഴ്ച കാണാം. ബൈ ബൈ.